വാർത്തകൾ തുടരുന്നു. ചിന്ത്രാപിന്നി സർവീസ് സഹകരണ ബാങ്കിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അംഗങ്ങൾക്കും നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് KU അരുണനും എടത്തിരുത്തി ബാങ്ക് പ്രസിഡന്റ് പ്രശോഭിതൻ മുനപ്പിലിനും LDF ചിന്ത്രാപിന്നി കമ്മിറ്റി സ്വീകരണം നൽകി. KV പീതാംബരൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ RK ബദറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. NK ജ്യോതിപ്രകാശ്, ET ടൈസൺ മാസ്റ്റർ, TV ബീരാൻകുട്ടി, MK ഫൽഗുണൻ, MK രാമചന്ദ്രൻ, KU അരുണൻ, MCK ഇബ്രാഹിംകുട്ടി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. സഹകരണ മേഖലയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചിലപ്പോഴൊക്കെ തന്നെ ഇടതുപക്ഷക്കാരും അത്തരത്തിലുള്ള കോൺഗ്രസുകാർക്ക് വോട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ പൊതുവിൽ പറഞ്ഞാൽ പഴയ ദേശീയ പ്രസ്ഥാനത്തിന്റെ പൈതൃകമുള്ള കോൺഗ്രസിന്റെ പ്രതിനിധികൾ നേരത്തെ ഇത്തരം വേദികളിലൊക്കെ തന്നെ നേതൃത്വം നൽകിയിട്ടുണ്ട്. കോൺഗ്രസിന് സംഭവിച്ച മൂല്യച്യുതികളുടെ ഭാഗമായി കോൺഗ്രസിൽ സംഭവിച്ച രാഷ്ട്രീയമായ അതിന്റെ പ്രാബല്യത്തിന്റെ ഫലമായി അവർ നേതൃത്വം നൽകുന്ന സർവത്ര മേഖലയിലും അഴിമതിയും അതുപോലെ തന്നെയുള്ള മറ്റ് കെടുകാര്യസ്ഥതകളും ഒക്കെ തന്നെ ശക്തിപ്പെടാൻ തുടങ്ങിയപ്പോൾ സഹകരണ മേഖലയിലെ സഹകാരികളെല്ലാം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെ സർവ്വത്മന സ്വീകരിക്കാൻ മുന്നോട്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മേഖലയിലും നേരത്തെ പറഞ്ഞ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ പതിറ്റാണ്ടുകളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതികൾ നിലനിൽക്കുന്നത്. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ തളിക്കുളം ബ്ലോക്ക് കമ്മിറ്റി ചൊവ്വാഴ്ച ആരോഗ്യ ശുചിത്വ ബോധവൽക്കരണ ക്ലാസ് നടത്തി. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ ക്ലാസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിൽസ തിലകൻ ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ ബാബു ക്ലാസ് നയിച്ചു. ജില്ലാ പ്രസിഡന്റ് VM സന്തോഷ് കുമാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി AA അഷ്റഫ്, ബ്ലോക്ക് സെക്രട്ടറിമാരായ NS പ്രസാദ്, RM ജിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടെ നമ്മുടെ സിനിമാനിമാരൊക്കെ വരുന്ന പോലെ അവിടെ ബ്യൂട്ടീഷ്യന്മാരുടെയും ബാർമാരുടെയൊക്കെ ഫോട്ടോ വെച്ച് വരുന്ന പതിവ് വിദേശ രാജ്യങ്ങളിലെ ഉണ്ട്. നമുക്കറിയാം പല സെലിബ്രിറ്റികൾ ഇപ്പോ ഈ ബരാക് ഒബാമ കണ്ടിട്ടുണ്ട് കുറ്റിമുടിയായിട്ട്. പക്ഷെ ആ ബരാക് ഒബാമയുടെ കുറ്റിമുടി സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് അല്ലേ എല്ലാ 2 ആഴ്ച കൂടുമ്പോ ചിക്കാഗോയിൽ നിന്നും വാഷിംഗ്ടണിലേക്ക് ഒരാൾ ഫ്ലൈറ്റിൽ വരും. ഒരു വിഷയം പറഞ്ഞു ആരാണ്? ഒബാമയുടെ ബാർബറാണ്. ഫ്ലൈറ്റിൽ വരെയാണ് എല്ലാ 2 ആഴ്ചയും ചിക്കാഗോയിൽ നിന്നും ബരാക് ഒബാമയുടെ വൈറ്റ് ഹൗസിലേക്ക് അയാൾ പറന്നിറങ്ങും 2 ആഴ്ച കൂടുമ്പോ. പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൊടുങ്ങല്ലൂരിൽ മഹല്ല കമ്മിറ്റികളുടെ ഏകോപന സമിതി ബഹുജന റാലി നടത്തി. നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ. മനുഷ്യരായി ജീവിക്കാൻ ലോകം നാളെ ഏറ്റുപിടിക്കും. ലോകം നാളെ ഏറ്റുപിടിക്കും. ലോകം നാളെ ഏറ്റുപിടിക്കും. ലോകം നാളെ ഏറ്റുപിടിക്കും. ചേരമാൻ ജുമാ മസ്ജിദിൽ നിന്നും ആരംഭിച്ച റാലി പോലീസ് മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ ഏകോപന സമിതി ചെയർമാൻ ഡോക്ടർ PA മുഹമ്മദ് സയ്യിദ് അധ്യക്ഷത വഹിച്ചു. അലി അബ്ദുള്ള മുഖ്യ പ്രഭാഷണം നടത്തി. ഓണംപിള്ളി മുഹമ്മദ് ഫൈസി, മുഹമ്മദ് അമീൻ, ഹസിസ് മദനി, MK മാലിക്, സലാം പുത്തൻകാട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. PMS തങ്ങൾ, I മുഹമ്മദ് കുട്ടി സുഹരി, റിയാസ് മൗലവി, സൈഫുദ്ദീൻ അൽ ഖാസിമി, ഷമീർ റിയാഡ്, TM നാസർ, അലി ഭാക്കവി, അബ്ദുൽ കരീം സക്കാഫി, NS ഷൌക്കത്ത് അലി, SA അബ്ദുൽ ഖയ്യൂം, VM സുലൈമാൻ മൗലവി, EB ഫൈസൽ, ഹുസൈൻ തങ്ങൾ, സെയ്ദു ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു.
ആരാണ് മിഡിൽ ഈസ്റ്റിൽ ഇവിടെ കുടിയിരുത്തിയത് എന്ന് ചിന്തിക്കുമ്പം 1937-38 കാലത്തെ ബാൽഫർ ഡിക്ലറേഷന്റെ മറപിടിച്ച് റോയൽ മാൻഡേറ്റ് അവസാനിപ്പിച്ച് 1947 ഐക്യരാഷ്ട്ര സഭ തീരുമാനിക്കുകയാണ് ഫലസ്തീൻ വിഭജിക്കാൻ. നീട്ടി പറയേണ്ടതാണ്. 1948 ഫലസ്തീൻ വിഭജനം പൂർത്തിയാവുകയാണ്. മെയ് 14 വൈകിട്ട് 6:20 ആ കർമ്മം പൂർത്തിയാകുന്നത്. മാൻഡേറ്റ് അവസാനിപ്പിച്ച് റോയൽ ഫാമിലി പിന്മാറിയപ്പോൾ ഉടനെ ഇവർ ജൂതരാഷ്ട്രം നിലവിൽ വന്നതായി പ്രഖ്യാപിച്ചു. പ്രഖ്യാപനം കഴിഞ്ഞ് 4 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് അമേരിക്ക ഈ ജൂത അഭിശപ്ത രാജ്യത്തെ അംഗീകരിച്ചു. ആ അംഗീകാരത്തിന്റെ തൊട്ടുപിറകെ കമ്മ്യൂണിസ്റ്റ് റഷ്യ, സോഷ്യലിസ്റ്റ് റഷ്യയും ഈ ജൂതരാഷ്ട്രത്തെ സ്വീകരിച്ചു. ലോകത്തെല്ലാവരും സ്വീകരിച്ചു. മഹാത്മജിയുടെ ഇന്ത്യ സ്വീകരിച്ചില്ല. ഇതാണ് ഞാൻ മനസ്സിലാക്കേണ്ട വിഷയത്തിലേക്ക്. നമ്മൾ അവിടെയാണല്ലോ നിങ്ങളുടെ മുദ്രാവാക്യം. മഹാത്മജിയുടെ ഇന്ത്യ സ്വീകരിച്ചില്ല, നെഹ്റുവിന്റെ ഇന്ത്യ സ്വീകരിച്ചില്ല, ശ്രീമതി ഗാന്ധിയുടെ ഇന്ത്യയും സ്വീകരിച്ചില്ല. ചരമവാർത്തകൾ. ചന്ദ്രാപിന്നി CV സെന്ററിന് സമീപം കൂട്ടുങ്ങപ്പറമ്പിൽ പരേതനായ കുഞ്ഞി മുഹമ്മദ് മകൻ നൌഷാദ് നിര്യാതനായി. 56 വയസ്സായിരുന്നു. ഖബറടക്കം നടത്തി. സുഹറയാണ് മാതാവ്. മെഹറാജ്, വഹീദ, നിഗാർ എന്നിവർ സഹോദരങ്ങളാണ്. കയ്പമംഗലം പനമ്പിക്കുന്ന് പരേതനായ വേലായുധൻ ഭാര്യ ജാനകി നിര്യാതയായി. 87 വയസ്സായിരുന്നു. പ്രേമവല്ലി, ശശിധരൻ, ശശാങ്കൻ, രവീന്ദ്രൻ എന്നിവർ മക്കളും പരേതനായ സുബ്രഹ്മണ്യൻ, പ്രിയന്തി, അംബിക, ഉമാദേവി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന സർക്കാരിന്റെ യുവ ക്ഷീര കർഷക അവാർഡിന് പെരിഞ്ഞനം സ്വദേശി കല്ലിപ്പറമ്പിൽ അൻസി അർഹയായി. എടത്തിരുത്തിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പെട്ടി ഓട്ടോയ്ക്ക് മുകളിൽ തെങ്ങ് വീണ് ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. കഞ്ചാവുമായി യുവാവിനെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.